എല്ലാ കൂട്ടുകാർക്കും അന്നാസ് കിച്ചൺ വേയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ എല്ലാവർക്കും ഞാൻ താങ്ക്സ് പറയുന്നു. എല്ലാവരും വീഡിയോസ് കാണുന്നുണ്ട്, അതിൻ്റെ കമൻസ് വരുന്നുണ്ട്. വളരെയധികം നന്ദി നിങ്ങളുടെ കമൻസിന്. പോസിറ്റീവ് കമൻസിനോടൊപ്പം ഞാൻ നെഗറ്റീവ് കമൻസും പ്രതീക്ഷിക്കുന്നു, കാരണം അതെൻ്റെ മിസ്റ്റേക്സ് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കും. അങ്ങനെയും ഇടുന്നുണ്ട് ആൾക്കാർ, അതെനിക്ക് ശരിക്കും ഇമ്പ്രൂവ്മെൻ്റ് ആവുന്നുണ്ട്. താങ്ക് യു വെരി മച്ച് ഫോർ ദാറ്റ്. പിന്നെ നിങ്ങൾ വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു പുതിയ വീഡിയോ ആയിട്ടാണ്. ഒരു സിമ്പിൾ സ്ട്രോബെറി സ്മൂത്തി എങ്ങനെ ഉണ്ടാക്കാം എന്നാണ്. അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പം നമ്മുടെ സ്മൂത്തിക്ക് വേണ്ടുന്ന സാധനങ്ങളാണ് കുറച്ച് സ്ട്രോബെറി. അത് എത്ര എമൗണ്ട് വേണമെന്നുള്ളത് ഒരു 3-4 പീസ് ഞാൻ എടുക്കുന്നുള്ളൂ, ഒരാൾക്ക് ആവശ്യമുള്ളത്രയും. പിന്നെ ബനാന ഉണ്ട്, ബനാനയുടെ ഒരു പകുതി മാത്രം എടുത്താൽ മതി. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര, പിന്നെ അണ്ടിപ്പരിപ്പ് ഒരു 3-4 എണ്ണം. പിന്നെ 1 ഗ്ലാസ് പാൽ എടുത്തിട്ടുണ്ട്, പക്ഷെ അത് ഞാൻ അതിൻ്റെ നമ്മുടെ സ്മൂത്തിയുടെ ഒരു ടെക്സ്ചർ അനുസരിച്ച് ഒഴിക്കത്തുള്ളൂ. ആദ്യം എന്ത് പറഞ്ഞാലും ഒരു ഹാഫേ ഒഴിക്കത്തുള്ളൂ. പിന്നെ അതൊന്ന് ജസ്റ്റ് ഒന്ന് അരഞ്ഞു കഴിയുമ്പം നമുക്ക് അറിയാൻ പറ്റും എത്ര വേണമെന്നുള്ളത്. അതനുസരിച്ച് പിന്നെ കൂടിയും കുറച്ചും എടുക്കും. പിന്നെ കുറച്ച് ഐസ് ക്യൂബ്സ്, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന സ്ട്രോബെറി എന്ന് പറഞ്ഞാൽ നല്ല ഫ്രഷ് സ്ട്രോബെറിയാണ്. ഇത് ഫ്രോസൺ അല്ല, ഫ്രോസണും ഉപയോഗിക്കാം. ഫ്രോസൺ ഉപയോഗിക്കുന്നത് നല്ലതാണ്, കുറച്ചും കൂടെ തിക്നെസ് ആയിട്ടൊക്കെ ഇരിക്കും. പക്ഷെ എനിക്കിഷ്ടം ഫ്രഷ് ആണ്, കാരണം നമ്മൾ എപ്പോഴും ഫ്രഷ് കഴിക്കുന്നത് തന്നെയാണ് നല്ലത് നമ്മുടെ ആരോഗ്യത്തിന്. അപ്പം നമുക്കിനി ഇത് ആദ്യം ഈ ബനാന കട്ട് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് ഈ ബനാനയുടെ എക്സാക്റ്റ് ഒരു മിഡിലിൽ വെച്ച് നമുക്ക് കട്ട് ചെയ്യാം. മുഴുവൻ തൊലി എടുത്ത് കളയണ്ട, ബാക്കി നമുക്ക് മാറ്റി വെക്കാം എപ്പോഴും കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിൻ്റെ തൊലി എടുക്കാം. തൊലി പിടിച്ച് മുറിച്ചെടുക്കാം. ഇങ്ങനെ ചെറുതായിട്ട് മുറിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ നമ്മുടെ സ്മൂത്തിയുടെ ബ്ലേഡൊക്കെ പെട്ടെന്ന് പോവാതിരിക്കാനൊക്കെ ഇങ്ങനെ മുറിച്ചിടുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ അത് അത്ര എഫോർട്ട് എടുത്ത് ആ ബ്ലേഡൊക്കെ പോകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ്. അപ്പം നമുക്ക് ഞാൻ നമ്മുടെ സ്മൂത്തിയുടെ ബ്ലെൻഡർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള സ്ട്രോബെറി ഇടാം. ഞാൻ എപ്പോഴും എൻ്റെ എല്ലാ വീഡിയോയിലും പറയും, നമ്മൾ സ്മൂത്തി ഉണ്ടാക്കുമ്പോൾ നമ്മൾ എല്ലാ സാധനവും ഒരുമിച്ചല്ല ഇടുന്നത്, നമ്മൾ മിക്സ് ചെയ്താണ് ഇടുന്നത്. നമുക്ക് ആദ്യം സ്ട്രോബെറി എടുക്കാം. സ്ട്രോബെറിയുടെ നമ്മൾ ഇത് തണ്ട് നമ്മളങ്ങ് എടുത്ത് കളയണം. ഓൾറെഡി ഞാൻ വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന തണ്ടോടെ തന്നെ, അത് കാണുമ്പോൾ ഒരു ഭംഗി തണ്ടോടെ ഇരിക്കുന്നതാണല്ലോ, അതുകൊണ്ട്. അപ്പം വേണമെങ്കിൽ ഇത് കട്ട് ചെയ്തിടാം, കാരണം ഇത് നല്ല വലുപ്പമുണ്ട്. അപ്പം നമുക്ക് കട്ട് ചെയ്തിടാം ഇതിനകത്തേക്ക്. ഇതിപ്പോൾ ഈ പ്രത്യേക സൈസൊന്നുമില്ല, നമുക്ക് സാധാരണ കട്ട് ചെയ്യുന്ന പോലെ ഇടാം. ജസ്റ്റ് ഇത് ഇങ്ങനെ ഇട്ടേക്കാം. ഇപ്പോൾ 2, ഞാനൊരു 3-4 എടുക്കുന്നുള്ളൂ. ഇപ്പം ഇതിപ്പം പിച്ചാത്തി, നമുക്കിപ്പം ഒരു പിച്ചാത്തി ഇല്ലെങ്കിൽ പോലും ഇങ്ങനെ എടുക്കാം. പക്ഷെ ഞാൻ യൂസ് ചെയ്യുന്നതിന് കാരണം ഇത് കണ്ട, ഇവിടെ ഈ ഒരു പച്ചപ്പ് കണ്ട, അതങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ടാണ് പിച്ചാത്തി ഉപയോഗിക്കുന്നത്. എന്നിട്ട് കട്ട് ചെയ്തിടാം. അത് ചിലപ്പോൾ 2ആയിട്ട് മുറിച്ചിടാം, 4ആയിട്ട് മുറിച്ചിടാം, ഒക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇപ്പോൾ ഒരു 3 എണ്ണം ആയിട്ടുണ്ട്. അപ്പം സ്ട്രോബെറി 3 എണ്ണം, കാരണം ഇച്ചിരി വലുപ്പം ഉള്ളതുകൊണ്ട് ഞാൻ ഏറ്റവും അടിയിൽ ഇട്ടേക്കുന്നത് അതുകൊണ്ട് സ്ട്രോബെറിയാണ്. ഇനി നമുക്ക് ഐസ് ക്യൂബ് ഒരു 2 എണ്ണം ഇട്ടു. ടോട്ടൽ പറയാം എത്ര ഉപയോഗിക്കുന്നുള്ളത്. അണ്ടിപ്പരിപ്പ് വെച്ചിട്ടുണ്ട്, അണ്ടിപ്പരിപ്പ് നമുക്ക് ഒരുമിച്ചിടാം. ഒരു 1, 2, 3, ഒരു 5 പീസ് അണ്ടിപ്പരിപ്പാണ് ഇടുന്നത്. എന്ന് ബനാന ഇടാം. ബനാന നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്നത് കറക്റ്റ് അതിൻ്റെ പകുതി. ഇനി നമുക്ക് ഒരു സ്ട്രോബെറിയും കൂടെ മതി. അപ്പം നമ്മൾ ടോട്ടൽ 4 സ്ട്രോബെറിയാണ് ഇതിന് എടുത്തേക്കുന്നത്. ഇത് വലിയ വലുപ്പമുള്ള സ്ട്രോബെറിയാണ്. ചെറിയ സ്ട്രോബെറി ആണെങ്കിൽ 4ന്റെ സ്ഥാനത്ത് ഒരു 8 എണ്ണം എടുക്കണം. അപ്പം ഇത് ഇത്രയും സ്ട്രോബെറി ഇത് 2 പേർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. കുറച്ച് കുടിക്കുന്ന ആൾക്കാർ, ഒരു മീഡിയം ലെവലിൽ കുടിക്കുന്ന ആൾക്കാരാണെങ്കിൽ ചെറിയ ഗ്ലാസ്സിന് 2 പേർക്കും, വലിയ ഗ്ലാസ് ആണെങ്കിൽ ഒരാൾക്കും കുടിക്കാൻ പറ്റും. ഇനി നമുക്ക് ഐസ് ക്യൂബ്സ്, ഞാൻ ഓൾറെഡി 2 ഐസ് ക്യൂബ്സ് ഇട്ടു. സോ ഇനി നമ്മൾ ഒരു 2 എണ്ണം കൂടെ, അത് വലിയ വലുപ്പമുള്ള ഐസ് ക്യൂബ്സ് ആണ്. ചെറുതാണെങ്കിൽ ഒരു 6 എണ്ണം, വലുതാണെങ്കിൽ 4 എണ്ണം ഇട്ടാൽ മതി. ഇനി നമുക്ക് പാലൊഴിക്കാം. ഇനി നമുക്ക് പഞ്ചസാര ഇടാം. അത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചാണ് എത്ര വേണമെന്നുള്ളത്. ഒരു മീഡിയം മധുരമൊക്കെ വന്നെങ്കിൽ ഒരു 4 സ്പൂൺ ഇട്ടാൽ മതി, കാരണം ഒരാൾക്ക് 2 സ്പൂൺ വെച്ചിട്ട്. ടീസ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സ്മൂത്തിക്ക് മധുരം ഇല്ലെങ്കിലും കുഴപ്പമില്ല, കാരണം അതിൻ്റെ ഒറിജിനൽ മധുരം കിട്ടണമെങ്കിൽ നമ്മൾ പഞ്ചസാര ഇടാതെ തന്നെ കഴിക്കണം നല്ലത്.
അപ്പോൾ അതിൻ്റെ കറക്റ്റ് മധുരം കിട്ടുന്നത്. അപ്പോൾ ഇനി നമുക്കിത് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ടെക്സ്ചർ കാണുമ്പോൾ എനിക്കറിയാം കറക്റ്റ്. ഇനി നമുക്ക് പാലിൻ്റെ ആവശ്യമില്ല. ഞാനപ്പോൾ എടുത്തു വെച്ചതിൽ 1/2 ഗ്ലാസ് പാലേ ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം കറക്റ്റ് തിക്നെസ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. ഞാനിതൊന്ന് ജസ്റ്റ് ഷെയ്ക്ക് ചെയ്യുവാണ്. ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിങ്ങനെ ആക്കിയാൽ മതി. ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. അപ്പോൾ നമ്മുടെ സ്ട്രോബെറി സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. വളരെ നല്ല രുചിയാണ് ഇതിന്. നിങ്ങളെല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കണം. വളരെ ഈസി ആണല്ലോ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കിത് ഇനിയും കുടിച്ചു നോക്കാം. ഞാൻ കുറച്ച് ടേസ്റ്റ് ചെയ്തു, നല്ല സ്വാദുണ്ട്. ഇത് പിന്നൊരു കാര്യം, നമ്മളിത് ഇങ്ങനെ ഗ്ലാസ്സിൽ തന്നെ കുടിക്കണമെന്നില്ല. നമുക്കത് ആ ബ്ലെൻഡറിൻ്റെ തന്നെ ജാറിൽ വെച്ച് ക്ലോസ് ചെയ്ത് നമുക്ക് പുറത്ത് പോകുമ്പോഴാണെങ്കിലും കുടിക്കാം. അപ്പം എല്ലാവരും പരീക്ഷിച്ച് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. I'll see you next time with a new video. Bye then, bye.